വായിക്കാൻ ലൂക്കോസ് 21:11 മോള് വായിച്ചാട്ടെ. വലിയ ഭൂകമ്പവും വായിച്ചാട്ടെ. ലൂക്കോസ് 21:11 വായിക്കാം. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭൂകമ്പ, ക്ഷാമം, മഹാവ്യാധി, 3 കണ്ടില്ലയോ? സ്വോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയിൽ ഒരു ഭൂകമ്പം, 60,000 പേരാ പോയത്. പുറകെ ഞാൻ പറഞ്ഞുതരാം. ക്ഷാമം അച്ചായ അമ്മമ്മേ, എന്താ ക്ഷാമം? ശ്രീലങ്ക 484 രൂപ ഒരു കിലോ അരിക്ക്. പാലിന് 284 രൂപ. കേരളത്തിലെ കാര്യം മിണ്ടണ്ടല്ലോ. എണ്ണ വില 200 കഴിഞ്ഞില്ലേ? അരി വില എത്രയായി? 62ആയി. പെട്രോളിൻ്റെ വില എത്രയായി? 110ആയി. സന്തോഷമില്ലല്ലോ. പാകിസ്ഥാനിൽ ഇതിലും വലിയ വിലക്കയറ്റ. ബ്രെഡും പാലും മോട്ടിച്ചുകൊണ്ട് വന്ന് മഹാവ്യാധി. എല്ലാവരും വിചാരിച്ച കോവിഡ് തീർന്നെന്ന്. നമ്മുടെ സഹോദരിമാർ മാസ്കും തീ പറ്റിച്ച് ബാക്കി സാനിറ്റൈസർ എടുത്ത് എവിടെ ഒഴിച്ച്? അടുപ്പിൽ വിറകിൻ്റെ കൂടെ ഒഴിച്ച്. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇപ്പം ഈ യോഗം നടക്കുന്ന കേരളത്തിൽ സമൂഹ വ്യാപനം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഓൺലൈനിൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ 1000-ൽ കൂടുതൽ കേരളത്തിലേക്ക് പടരുന്നു, മെയ് മാസം മുതൽ നിയന്ത്രണം വരാൻ സാധ്യത. അപ്പം കർത്താവായിട്ട് ഒരു യോഗം തന്നിരിക്കുന്നത് മഹാവ്യാധി. കോവിഡ് പോരാ, ഷിഗല്ല, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, ഈക്കോള, അത് കഴിഞ്ഞ് H3N2, മങ്കി പോക്സ്, സോംബിയൻ, അന്നമ്മ, ചിന്നമ്മ, മറിയാമ്മ, രാജമ്മ എല്ലാം വരാൻ പോവും. അമ്മമ്മ കൈ സാനിറ്റൈസർ വെച്ചോ. അന്ത്യകാലം. ഇതെല്ലാം ഈ തലമുറയിൽ കർത്താവ് വരും. 2 കാര്യം കൂടെ വരാൻ പോകുന്നു. ആസിഡ് മഴ. കൊച്ചിയിൽ ബ്രഹ്മപുരം പ്ലാന്റ് കത്തി. 13 ദിവസമാണ് ചണ്ടി കത്തിയത്. പിറ്റേന്ന് ഞാനല്ല, 24 ഏഷ്യാനെറ്റ് കൊച്ചിയിൽ പെയ്തു ആസിഡിക് റെയിൻ. ബൈബിളിനകത്തുണ്ടോ രക്തമഴ പെയ്യും. ശ്രദ്ധയോടെ ഇരിക്കണമേ. 2 സയൻസ് കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി, ബാക്കി നാളെ. 7 മരുഭൂമികളിൽ ആറ്റം പൊട്ടിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. PSCക്ക് വരും. 1 അമേരിക്കയിലെ നൊവേദ, 2 ചൈനയിലെ ബോബി, 3 ഇറാനിലെ കാഹിർ, 4 ഇസ്രായേലിലെ സീനായ്, 5 പാകിസ്ഥാനിലെ പെഷവാർ, 6 റഷ്യയിലെ താഷ്കന്റ്, ഇന്ത്യയിലെ രാജസ്ഥാനിലെ ടാർ മരുഭൂമി. 7 മരുഭൂമികളിൽ ആറ്റം പൊട്ടിക്കുന്നു. അടുത്ത സയൻസ്, ആറ്റം പൊട്ടിക്കുന്ന മണലിനകത്ത് ഈ മണൽ അങ്ങോട്ട് പഴുക്കുമ്പോൾ ഈ മണൽ ആകാശത്തിലേക്ക് കയറും. ആകാശത്തിൽ പോയ മണൽ എവിടെ? നാടൻ നെയ്യാറ്റിൻകര ഭാഷയിൽ പണ്ടത്തെ കാലത്ത് ചിരട്ട കഴിച്ചിട്ട് പടക്കം വെച്ചിട്ട് സഹോദരൻ ഓലക്കാലിൻ്റെ തീ കൊണ്ട് പടക്കത്തെ തൊടുമ്പോൾ 2 കൂടെ ഒറ്റക്കയറ്റ്. ആകാശത്ത് പടക്കം പൊട്ടും, ചിരട്ട താഴെ വീഴും. മണൽ എവിടെ? സ്വോത്രം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉഴമലയ്ക്കലും ആര്യനാടുമല്ല മനോജ് ഭാഷനറിയാം. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു അന്തരീക്ഷത്തിൽ നിറയുന്നുവെന്ന് ഇവിടെ പുഷ്പരാജ് ഇരിപ്പുണ്ട്, സുജിത്ത് ഇരിപ്പുണ്ട്, എൻ്റെ സഹോദരൻ ജോസ് ഭാസ്റ്റർ ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാവരോടും പറഞ്ഞു. പലരും പറഞ്ഞ് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. സ്വോത്രം. ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ലോത്തിൻ്റെ കാലത്ത് സ്വർഗം തീയെടുത്തത്. മിണ്ടുന്നില്ലല്ലോ. ലോത്തിൻ്റെ കാലത്ത് എന്താ തീയെടുത്തത്? സൾഫറും ഫോസ്ഫറസുമാ 1ാമത്തെ തട്ടിൽ. അതിനകത്ത് ഇന്ന് മണലൂടെ കയറി. ഇതിന് വിളിക്കുന്ന സയൻസ് പേരാ റേഡോൺ. നമ്പർ 1 സാൻഡ്, നമ്പർ 2 സൾഫർ, നമ്പർ 3 ഫോസ്ഫറസ്. ദ കമ്പൈൻഡ് സൊല്യൂഷൻ ഈസ് ടേക്കിംഗ് ആസ് ഇൻ ഇംഗ്ലീഷ് റേഡോൺ. വരാൻ പോകുന്നു രക്തമഴ. ദാ കിടക്കുന്നു. ഈ മഴ പെയ്യുമോ? അന്ത്യദിനങ്ങളിൽ. ഇതാ മക്കളെ, 13 ദിവസം കൊച്ചി ബ്രഹ്മപുരം കത്തിയപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആസിഡ് മഴ പെയ്തു. ബൈബിളിനകത്തുണ്ടോ അന്ത്യദിനങ്ങളിൽ ആസിഡ് മഴ പെയ്യും? വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. രക്തമഴ ഇവിടെ വരാൻ പോകുന്നു. വായിക്കാം മോളെ. വെളിപ്പാട് പുസ്തകം 16-ന്റെ 4-ാമത്തെ വാക്യം. 3-ാമത്തെ ദൂതൻ. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അപ്പോൾ ആ വെള്ളം എന്തോ ആയി? അവ രക്തമായി തീർന്നു. രക്തമായി മാറി. വരാൻ പോകുന്നു ജലദുരന്തം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ, നാളെ ഇന്ത്യയിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് വരുക. സജു ചാത്തന്നൂരല്ല, ദാ പറഞ്ഞു ജലദുരന്തം. പറഞ്ഞത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. 2017 ശ്രീലങ്കയിൽ പെയ്തു രക്തമഴ. 2018 എവിടെ പെയ്തു? പിന്നെ ആഫ്രിക്കയുടെ വടക്കേറ്റൻ രക്തമഴ. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാ. ഇതെല്ലാം കണ്ടിട്ട് ഇന്ത്യയുടെ ISRO അല്ല കൊടുത്തത്, അമേരിക്കയിലെ നാസ അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു. സാർ ഇത് പ്രസംഗിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഞായറാഴ്ച ബാഗർ ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യക്കാരോട് പറഞ്ഞ തോടി സി ദേർ ബാദ് ഇന്ത്യക്കോ ജോ ബാഗർ കി കിനാരോമേ കൂൻ കാ ബാരിഷ് ആയക, രക്തമഴ പെയ്യുമെന്ന്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ കാരാഗ്രഹത്തിനകത്ത് ഒരപ്പച്ചൻ കടന്നപ്പോൾ പറഞ്ഞ അന്തിമ ദിനങ്ങളിൽ ആസിഡ് മഴയും രക്തമഴയും പെയ്യുമെങ്കിൽ ഇന്ന് രാത്രി കൊച്ചിയിൽ അത് പെയ്തത് നമ്മൾ കേരളം കണ്ടെങ്കിൽ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. പെരുമ്പഴുതൂരെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് ഉപദേശിയുടെ കവല പ്രസംഗമല്ല, ഇത് നിന്നെ നിത്യതയിലെത്തിക്കുന്ന പ്രസംഗമാ. യഹോവയുടെ പുസ്തകത്തിൽ തെരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി ചെമ്മണ്ണവിളയിലെ ദൈവമക്കൾ പറയണ, ഉപദേശി വീഴ്, പ്രവാചകൻ പട്ടുപോക്, ദൈവസഭയ്ക്ക് കുഴപ്പമുണ്ടാകും. എന്നാൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന വചനത്തിന് യാതൊരു
മാറ്റവുമില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ആ രക്തമഴ പെയ്താൽ, കേട്ടോണേ മക്കള്, ഇനി ഒരു സയൻസ് കൂടെ കേൾക്കണം. ഇന്ന് രാത്രി ആ രക്തമഴ പെയ്താൽ നിങ്ങളുടെ വീട്ടിനകത്ത് ആരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത്? നെയ്യാർ ഗ്രാമപഞ്ചായത്തല്ല കൊണ്ടൊഴിക്കുന്നത്, ആകാശത്ത് പെയ്യുന്ന മഴ. നെയ്യാർ ഡാമിനകത്ത് വെള്ളം വരുന്നത് അഗസ്ത്യാർ മലയിലെ വെള്ളം, അരുവിക്കര ഡാമിനകത്ത് വരുന്നത് മഞ്ചയിലെ വെള്ളം. ഈ രക്തമഴ പെയ്താൽ നാടൻ മലയാളം, രാവിലെ ഒരു സഹോദരി വീട്ടിനകത്ത് ഭർത്താവിന് കാപ്പിയിടാൻ മോട്ടറിനകത്തോ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ വരാൻ പോകുന്നത് രക്തവെള്ളം. കാപ്പിയിടുന്നത് തീർന്നില്ല. 7:30 നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുവാൻ ലൈൻ വാട്ടർ ഇതിലെ വരുന്നുണ്ട്. കിണറ്റിലെ വെള്ളം വേണ്ട, ലൈൻ വാട്ടർ തുറക്കും. അപ്പോൾ അതിനകത്തും രക്തവെള്ളം. ഉടനെ പെരുമ്പഴുതൂരോ വഴുതൂരോ തൊഴുക്കലോ തുണിയൊന്ന് കഴുകാൻ പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയാൽ തുണിക്കകത്ത് പരളുന്നത് രക്തവെള്ളം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, രക്തമഴ പെയ്താൽ കാപ്പിയിടുന്നത് രക്തവെള്ളം, മനുഷ്യൻ്റെ തല കഴുകുന്നത് രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി ആ വെള്ളം കാപ്പിയിടുന്നതിന്, നിങ്ങളുടെ അടുപ്പിൽ കയറുന്നതിന് മുമ്പ്, ആ വെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കുളിക്കാനായി വീഴുന്നതിന് മുമ്പ്, ആ വെള്ളം നിങ്ങളുടെ വസ്ത്രം കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. എന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരു കുഞ്ഞാട് അറുക്കപ്പെടുമ്പോൾ ഒരു പടയാളി യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരുവാറായി. പെരുമ്പഴുതൂരേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. കമ്പാർട്ട്മെൻറ്റുകൾ അടയുവാൻ കാലമായി. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇപ്പോൾ കേരളത്തിലും ലോകത്തിലും നടക്കുന്ന സംഭവങ്ങൾ ബൈബിളിൻ്റെ പ്രവചനപ്രകാരം അടിസ്ഥാനമിട്ട് കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും അത്താഴം കഴിക്കും. ടുഡേ വി ആർ സ്റ്റഡിങ് 4 കാര്യങ്ങൾ. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2, ആയിരങ്ങൾ വെള്ളം കുടിച്ച് മരിക്കും. 3, മുല്ലപ്പെരിയാർ പൊട്ടും. 4, കൊച്ചിയിലെ അമ്ലമഴയ്ക്ക് ശേഷം രക്തമഴ പെയ്യാൻ പോകുന്നു. 5, ഇവിടുത്തെ മലയും ദ്വീപും ഇളകാൻ പോകുന്നു. വേഗത്തിൽ 2-3 വാക്യം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. വായിക്കാൻ മോളെ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ. പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ വേഗത്തിൽ. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പണ്ടൊരു പാട്ടില്ലായിരുന്നു ദയ്യാശങ്കർ, ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആ പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? വായിക്കമ്മ. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഇതാ പോയി കവളപ്പാറ, പുത്തുമല, നിലമ്പൂർ. മിണ്ടുന്നില്ല. IPC-കാരോട് ചോദിച്ചാൽ അവിടെ മൊത്തം നോർത്തും സൗത്തും സെൻറ്റർ. കഴിഞ്ഞ ദിവസവും ഞാൻ മുത്തേടോ അവിടെ നിലമ്പൂർ മൊത്തം പ്രസംഗിച്ചു. സ്വോത്രവ്, കവളപ്പാറ, പുത്തുമല. 2ാമത്തെ ദുരന്തം ഇടുക്കി പെട്ടിമുടി ദുരന്തം. 3, മുണ്ടക്കയം, കൂട്ടിക്കൽ. കഴിഞ്ഞ ആഴ്ച പേപ്പർ വായിച്ചില്ലേ അമ്മമ്മ? വായിച്ചില്ലേ? സ്വോത്രവ്. എന്താ? തുർക്കിയിൽ ഒരു മല മുഴുവൻ പോയി. കമർ ഹോഷ് 60,000 പേർ. കരമുയരുന്നില്ലല്ലോ. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകും. ദ്വീപ് ഇളകിയിൽ ഇന്ത്യക്കൊരു സുന്ദരി ഉണ്ടായിരുന്നു. കാവ്യമാധവനല്ല, ആൻഡമാൻ നിക്കോബാർ. സ്വോത്രം. പണ്ടൊരു സംഭവം നടന്നില്ല, അഗ്നിപർവ്വതം കടലിൽ പൊട്ടി. സന്തോഷമില്ലല്ലോ. ഇന്ന് ഞാനിവിടെ വന്ന് വെള്ളം കുടിച്ചപ്പോൾ നമ്മുടെ കർത്തൃദാസൻ പറയുന്നു, ചിലത് പുകഞ്ഞുകൊണ്ടിരിക്കുക, ചിലത് പുകയുന്നു, ചിലതിന് പൊട്ടാനും പോകുന്നു. കരമുയരുന്നില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം. എൻ്റെ സമയമില്ല. അതിൻ്റെ പേരാ വൾക്കാനോ എക്സ്പ്ലോഷൻ. കടലിനകത്ത് അഗ്നിപർവ്വതം പൊട്ടിയാൽ ഇവിടെ വരുന്നതിൻ്റെ പേരാ സുനാമി. കരമുയരുന്നില്ലല്ലോ. അതാ ലൂക്കോസ്. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അത് പറഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയോ, അഗ്നിപർവ്വതത്തിൻ്റെ ചരിത്രം മൊത്തം എൻ്റെ 262 അഗ്നിപർവ്വതം ഏത് സമയവും പൊട്ടാൻ തയ്യാറായിരിക്കുമെന്ന്. സ്വോത്രം. ദൈവദാസൻ പറഞ്ഞു കേൾക്കണം, പുകഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. സ്വോത്രം. അഗ്നിപർവ്വതം പൊട്ടിയാൽ പ്ലെയിൻ ഓടത്തില്ല. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും. കടലിനകത്ത് പൊട്ടിയതല്ലയോ സുനാമി? നെയ്യാറ്റിൻകരയുള്ള ആരും മിണ്ടുന്നില്ലല്ലോ. തെങ്ങിൻ്റെ പൊക്കത്തിൽ തിരമാല കയറിയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അമ്മേ സ്വോത്രം. ഇതെല്ലാം വന്നില്ലയോ? അന്ന് ഇന്ത്യയുടെ സുന്ദരി 2 അടി താന്നെന്ന് ആൻഡമാൻ നിക്കോബാർ. ബൈബിൾ റെഡിയായില്ലേ? സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോവും. പൂവാറിലോ ശംഖുമുഖത്തോ കടലിൻ്റെ അവിടെ വീടോ ഫ്ലാറ്റോ ഉണ്ടെന്നുണ്ട് പെട്ടെന്ന് വിറ്റ് കാശാക്കിക്കോണം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രസംഗം കേട്ടിട്ട് എറണാകുളത്ത് നിന്നൊരു ചേച്ചി എന്നെ വിളിച്ചിട്ട്, എൻ്റെ പാസ്റ്ററെ 8 വർഷം മുമ്പ് ഞാനിത് കേട്ടെങ്കിൽ ഞാൻ പരിപാടി ആവത്തില്ലായിരുന്നു. സ്വോത്രം. ഞാൻ ചോദിച്ചു, എന്താ
എന്താ പറ്റിയത്? ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് എൻ്റെ വീടും കൊടുക്കാൻ വിറ്റ് 65 ലക്ഷം രൂപയായിട്ട് എറണാകുളത്ത് ഫ്ലാറ്റിൽ കയറി. ഇപ്പം ഞാനിവിടെ ഫ്ലാറ്റായി, കുടിക്കാനും വെള്ളമില്ല, കറുത്ത പുകയെന്ന്. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് എറണാകുളത്തും പോകണ്ട, എങ്ങും പോകണ്ട, നെയ്യാറ്റിൻകരയും കാണും കട്ടൻ ചായയും കുടിച്ച് പരിപ്പോടെയും ചെടുന്ന് കല്ലേലൂയ പറഞ്ഞാൽ മതി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഫ്ലാറ്റിൽ കയറാൻ പോലെ സന്തോഷം. കടൽ കരയാകും. പണ്ടത്തെ ശംഖുമുഖം ഇന്നത്തെ ശംഖുമുഖം കണ്ട ചേട്ടന്മാർ വല്ലവരും ഉണ്ടോ? പണ്ട് നമ്മൾ ശംഖുമുഖത്തോടെ നമ്മൾ പാട്ടുപാടി നടന്നില്ലേ? കടലെ കുറച്ച് കിളിയെ കിളിയെ നീലാഞ്ജന പൈങ്കിളി. ഇന്ന് പാട്ട് പാടാൻ പോ, തിരമാല നിന്നെ കൊണ്ടുപോകും. സ്വോത്രം. അവിടെ എല്ലാം കടൽ കയറി. സ്വോത്രം. കടൽ കരയാകും. അന്ത്യദിനങ്ങൾ കണ്ടില്ലേ? സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോകും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. ഭൂമിയിലെ ഉന്നതന്മാർ. അതാ എൻ്റെ പ്രസംഗം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. വായിച്ചിട്ട് അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി എവിടെ മംഗലാപുരത്ത് ഒരു പ്രളയം വന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ സുഹൃത്ത് രാജു അബ്രഹാം റാന്നിയിൽ MLA പ്രളയം വന്നപ്പം കെട്ടിടത്തിൻ്റെ മേളിൽ കയറി പ്രൈസ്തലോടല്ല തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ വരാൻ കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതിനുശേഷം ഇപ്പോഴത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവ്. സ്വോത്രം. അദ്ദേഹം വടക്കമ്പരപൂരിൽ നിന്ന് നിലവിളിയായിരുന്നില്ലേ? ജനമിളകിയില്ലേ? നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് വിഴിഞ്ഞ തോക്കി ചുഴലിക്കാറ്റടിച്ചില്ലേ? വിഴിഞ്ഞത്തെ ചേട്ടന്മാരിളകിയില്ലേ? മനോജ് അബ്രഹാം സാർ ഉണ്ടായിട്ട് തടി തപ്പി രക്ഷപ്പെട്ട്. കരം ഉയരുന്നില്ലല്ലോ. നേതാക്കന്മാരെല്ലാം ഇളകും. പ്രകൃതി ദുരന്തം ആഞ്ഞടിച്ചാൽ. ഇപ്പൊ തുർക്കി ഇളകിയപ്പോൾ ഒരുത്തൻ്റെയിലും കാശില്ല. ഇവിടെ ഇനി 2 മലകളൂടെ തകർന്ന ഇപ്പൊ തന്നെ ക്യാമറ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുക. കിറ്റും തരാൻ കാശില്ല, ഒന്നും തരാൻ കാശില്ല. നേതാക്കന്മാർ കസേര വിട്ട് ഓടുന്നൊരു കാലം. അടുത്ത് വായിച്ചാട്ടെ. ഇതിന്റെ പേരാ കുഞ്ഞാടിന്റെ കോപ ദിവസം. പണ്ട് TPM കാരെങ്കിലും പ്രസംഗിക്കായിരുന്നു. ഇപ്പൊ അവർ പ്രസംഗിക്കുന്നില്ല. TPM അച്ചായന്മാരെല്ലാം കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ ആൾക്കാർ വരവ് പറയുന്നില്ല, പാസ്റ്ററിൻ്റെ കുറേ പ്രസംഗം വിട്ടോട്ടോ എന്ന്. ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും വിട്ടോ, എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചോളാം. ഇപ്പം TPMൻ്റെ സൈറ്റിനകത്ത് തേനിലും മധുരത്തിനകത്ത് പാവപ്പെട്ട എൻ്റെ പ്രസംഗം ഓടുന്ന. സ്വോത്രം. അവർ പറയുന്ന സിയോനെ പറ്റി ഒരു വാക്കെങ്കിലും പാസ്റ്റർ പറയുന്നുള്ളൂ. ഞങ്ങളുടെ ആൾക്കാരും കാഴ്ചപ്പാട് പോയത്. ഇന്ന് രാത്രി കേട്ടോണേ. അതുകൊണ്ട് ആ TPMൻ്റെ പെയ്ത്തോമിൻ്റെ വാദക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ കോപ ദിവസം. ഇംഗ്ലീഷിൽ ഡേ ഓഫ് ലോഡ്. മോള് വായിച്ചാട്ടെ. അടുത്തത് വചനം കേൾക്കണം മക്കളെ. അതിനായി യോഗം. അടുത്ത വാക്ക്. ധനവാന്മാരും ബലവാന്മാരും സകലദാസനും പ്രകൃതി ദുരന്തം കണ്ടുകൊണ്ട് എവിടെ ചെല്ലും? വായിച്ചാട്ടെ. ഗുഹകളിലും മലപ്പാറകളിലും. അവർ ആത്മഹത്യ ചെയ്യത്തില്ല. ആത്മഹത്യ ചെയ്താൽ അവർക്കറിയാം ന്യായവിധി. അതിന് നമ്മുടെ അമ്പൂരി മലയിലും പെരുങ്കടവിളയിലും ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഒരു പാറ തലയിലോട്ട് ഇട്ടേക്കണമെന്ന്. ശിക്ഷാവിധിയില്ല. സ്വോത്രം. ഞാൻ അതിലെ പോയപ്പോൾ ഒരു പാറ വീണ് ഞാൻ മരിച്ചതാണ്, വെള്ളത്തിൽ ചാടിയതല്ല. സ്വോത്രം. ഭയങ്കര ബുദ്ധിമാന്മാരാ മോലാളിമാരും നേതാക്കന്മാരും. അവർ മലകളിലും പാറകളിലും ചെന്ന് മലകളോടും വായിച്ചാട്ട് പോലെ മലകളോടും പാറകളോടും വായിച്ചാട്ട് അടുത്തത് ഞങ്ങളുടെ മേൽ വീഴുവേൻ. മരണത്തിന് വേണ്ടി ഓടുന്ന ഒരു കാലം. അടുത്തത് കുഞ്ഞാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വായിക്കാം സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. നിലവിളിക്കുന്ന ഒരു കാലം വരും. വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി പെരുമ്പഴുതൂര് ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്ക്. കോവിഡ് സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ആരാ? യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSIയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി പെരുമ്പഴുതൂർ റോട്ടിലോ വീട്ടിലോ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, കാലം തീരാറായി, കാന്തൻ വരാറായി. സകലരും സിംഹാസനത്തിൽ നിന്ന് ഇവിടുത്തെ നേതാക്കൾ ശ്രീ മോഡിജിയും ശ്രീ പിണറായിജി ശ്രീ അമിത്ഷായും ഒക്കെ നെട്ടോട്ടം ഓടുമ്പോൾ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയ ദൈവമക്കൾ ചങ്കൂറ്റത്തോടെ പറയൂ, ഒരു രാജാവ് നീതിയോടെ വാഴ്, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കുക. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിൻ്റെ പ്രഭുവായി നമ്മുടെ നാഥൻ വരാറായി. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കും, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു, യേശുക്രിസ്തു രാജാവായി മടങ്ങി വരുന്നു. പെരുമ്പഴുതൂരേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാഹളം മുടങ്ങാറായി, കാന്തൻ വരാറായി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി അടുത്ത വാക്യം നിങ്ങൾ കേൾക്കണം. ഈ വാക്യം കൂടെ കേട്ടിട്ട് പറയണം, ഈ തലമുറയിൽ കർത്താവ് വരുമോ? നാട്ടിലുള്ളവരെല്ലാവരും പറയണം, CSIക്കാരോട്, മർത്തോമക്കാരോട്, ലൂതറൻകാരനോട് ഈ വാക്യം പറയണം, ഈ തലമുറയിൽ കർത്താവ് വരാറ്. എസക്കേൽ പ്രവചന 14:21-22 വായിച്ചിട്ട് മോളെ. എസക്കേൽ 14:22
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം നിലവിളിക്കുന്ന കാലം. മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം. ഈ 4 കാര്യം. വാൾ, അറ്റംപൊട്ടത്തില് എല്ലാവർക്കും ഭീഷണിയല്ലേ. ശ്രീ മോഡിജി ഇവിടെ വരുന്നെന്നറിഞ്ഞപ്പം ഭീഷണി. വാൾ, അറ്റം പൊട്ടിക്കുന്ന തീവ്രവാദികൾ. ക്ഷാമം, ലോകത്തിലെവിടത്ത് മഹാവ്യാധി. അടുത്തതിൻ്റെ പേരാ ദുഷ്ടമൃഗം, മലയാളം കാട്ടുമൃഗം. അങ്ങനെ മൃഗം ഇറങ്ങുമോ? സന്തോഷമില്ലല്ലോ. ഇടുക്കി ചെല്ലണ ഒരു ആനയുടെ പേര് അരിക്കൊമ്പൻ. അമ്മമ്മ ഇപ്പം കേട്ടോ? സ്വോത്രം. എന്തോ അവനിഷ്ട റേഷൻ കടയിൽ അരിയും ചാക്ക്. സന്തോഷമില്ലല്ലോ. അരിക്കൊമ്പൻ. മറ്റവൻ്റെ പേര് ചക്കക്കൊമ്പൻ. സ്വോത്രം. പാച്ചുവും ഗോപാലനും. സ്വോത്രം. ഇറങ്ങി ഇടുക്കി. സ്വോത്രം. റാന്നി ചെന്ന ഒരു കപ്പയുടെ ചവിട്ടിൽ ഒന്നുമില്ല. പന്നി എല്ലാം തീർത്തു. തെങ്ങേ നോക്കിയ ഒരെണ്ണമില്ല. നമ്മുടെ സഹോദരൻ കൊരങ്ങനെല്ലാം കൊണ്ടുപോയി. സ്വോത്രം. തിരുവനന്തപുരം വെള്ളനാട് കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാനാ? വെള്ളനാടും വെളിയന്നൂരും പുരലാരും. ക്യാ മാലൂമേ തിരുവനന്തപുരം. സ്വോത്രം. നിങ്ങൾ ചൊവ്വായിന്ന് വന്നത്. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഇതുവരെ നമ്മുടെ നാമോരൻ ചേട്ടൻ്റെ വീട്ടിൽ കോഴിയെ പിടിക്കാൻ അഗസ്ത്യാർ മലയിൽ നിന്ന് 20 കിലോമീറ്റർ പൈതലായ കരടി. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. കർത്താവ് വരാറായോ? സ്വോത്രം. ഇന്ന് രാത്രി വെള്ളനാട് മുഴുവൻ കടന്ന് ഞാൻ നെടുമങ്ങാട്, മാരനാട്, ഉഴവലക്കലും, കുറ്റിച്ചലും, കോട്ടൂരും എല്ലാം പ്രസംഗിക്കുന്ന രാത്രി പല ദിവസവും ഞാൻ അവിടുന്ന് പാസ്റ്റർക്കറിയാം, മനോജ് പാസ്റ്റർക്കറിയാം, ചിലപ്പോൾ തന്നെ വണ്ടി ഓടിച്ചു വന്നത്. ഇപ്പം എനിക്കും പേടി. ഇനി വല്ല കാട്ടുമൃഗം കാണും നമ്മുടെ മുമ്പിൽ ചാടുമെന്ന്. ഒരു കാട്ടുമൃഗവും ഇല്ലാത്ത വെള്ളനാട് 20 കിലോമീറ്റർ നെയ്യാറിന്ന് കരടി വന്ന് കോഴിയെ പിടിക്കാമെന്നെങ്കിൽ അച്ചായ അമ്മമ്മ ബൈബിൾ പ്രവചനം നിവർത്തി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സുൽത്താൻ ബത്തേരിയിൽ പന്നി ഇറങ്ങി. കൗൺസിലർ പറഞ്ഞ് ഏത് പന്നി ഇറങ്ങിയാലും ഞാൻ തീർക്കുമെന്ന്. പുള്ളി അങ്ങോട്ട് പോയപ്പോൾ പോത്തിന് നേത്തവാഴ കൗൺസിലർക്ക് ഒറ്റ കുത്ത് കാലുമായിട്ട് ദോ കിടക്കുന്നത്. സുൽത്താൻ ബത്തേരി AG കൺവെൻഷൻ പോയപ്പോൾ കൗൺസിലർ എന്നോട് പറയാം, പന്നി ഇത്രയും ക്രൂരകൃത്യം ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ എല്ലാത്തിൻ്റെ അവസാനം വന്നെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി അന്ത്യകാലത്ത് എന്നെക്കാൾ പ്രായം കൂടി അപ്പച്ചന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് കരടി വരത്തില്ല. ചാത്തന്നൂരിൽ ഉറുകുന്ന് മലയിൽ നിന്ന് 60 കിലോമീറ്റർ കരടി ചാത്തന്നൂർ വന്നത്. സ്വോത്രം. DFO പിടിച്ചത്. ഇതൊക്കെ നിങ്ങൾ വായിക്കണം. ബൈബിള് ശരിയായില്ലേ? വാൾ, ക്ഷാമം, മഹാവ്യാധി, കാട്ടുമൃഗങ്ങൾ ഇറങ്ങും. ദുഷ്ടമൃഗം മനുഷ്യനെയും വിളകളെയും കൊല്ലുവാൻ. അടുത്ത വാക്ക്. ഇത് 4 കാണുമ്പോൾ വായിച്ചാട്ടെ. മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടി അയച്ചാലോ? ഇതെല്ലാം കണ്ടൊരു തലമുറ അവിടെ ഇരിക്കുന്നത്. സമയം വൈകിയെങ്കിലും അടുത്തത്. ഇതിന്റെ നടുവിൽ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം ഇന്ന് രാത്രി കരമുയർത്തിയാട്ട്. ഇതിന്റെ നടുവിൽ പുറപ്പെട്ടു പോരുവാനുള്ള രക്ഷിതഗണത്തെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കും. 4 കർത്താവ് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വരവിൽ പോകണോ? 5 കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2, ഉൽക്കവീണ് 200 കോടി പേർ മരിക്കും. 3, താമസമ്മന മുല്ലപ്പെരിയാർ. 4, ആകാശത്തിൽ നിന്ന് രക്തമിട. 5, പെരുമ്പഴുതൂരും ആലത്തൂരും അമ്പൂരി എല്ലാം പോവും. ഏതാ സകല മലയും ദൈവം. ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ്റെ വീട്ടിലെത്തണമെങ്കിൽ ഒരു ടിക്കറ്റ് വേണം. അതിൻ്റെ പേരാ രക്ഷയുടെ ടിക്കറ്റ്. എന്താ? 2 ടിക്കറ്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. വന്ദേ ഭാരത് പുതിയത് വന്ന് 1000 രൂപ കൊടുത്താൽ കോഴിക്കോട് വരെ പോകാം. 1200 കാസർഗോഡ്. ട്രെയിനകത്ത് ടിക്കറ്റ് ഇല്ലാതെ കയറിയാൽ പിടിച്ച് പുറത്താക്കും. 1, ഫ്ലാറ്റ് വൺ ടിക്കറ്റ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ശരവണയും ആര്യയിൽ ചെന്ന് നല്ല പരിപ്പ് കൂടെ കഴിക്കാം. എന്നാൽ ഫ്ലാറ്റ് വൺ ടിക്കറ്റിനപ്പുറം രക്ഷയുടെ പോലെ ഒരു സ്ലീപ്പർ കിട്ടിയാൽ 1200 ചേർക്കാടെടുത്താൽ നമുക്കൊരു കമ്പാർട്ട്മെൻറ്റ് ഭരിക്കാൻ പറ്റും. എത്ര പ്രസംഗം പെരുമ്പഴുതൂരിൽ നെഞ്ചു കയറി ഞങ്ങളെപ്പോലുള്ള ദൈവമക്കൾ പ്രസംഗിച്ചു. ഇത് പണം നേടുന്ന മാർഗമല്ല, ഇത് സമ്പത്ത് നേടുന്ന മാർഗമല്ല, നിന്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുന്ന മാർഗമായി ഈ സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കുന്ന സത്യസുവിശേഷം കേട്ട് അവൻ രാജാക്കന്മാരുടെ രാജാവായി വരുമ്പോൾ നിത്യതയിൽ എടുക്കപ്പെടുവാൻ എനിക്ക് രക്ഷയുടെ ടിക്കറ്റ് തരണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും. നിന്നെ ചേർക്കുവാൻ യേശു വരാറായി. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി പാരമ്പര്യത്തിനകത്ത് കടിച്ചു തൂങ്ങരുത്. പഴയ നിയമത്തിൽ ഒരു രാജാവുണ്ടായിരുന്ന ശൗൽ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയി. അവസാനം അവൻ എവിടെ പോയി? ഗിൽബോറ പർവ്വത നിരയിൽ അവൻ ദാവീദിനെതിരെ പോസ്റ്റ് ഇടുന്നത് അവൻ്റെ പരിപാടി. സ്വർഗം പറഞ്ഞ് ദാവീദിനോട് പറഞ്ഞ് നീ മിണ്ടണ്ട. അവൻ്റെ കയ്യിലിരുന്ന പോസ്റ്റ് ഇടുന്ന പേനയും കത്തി അവൻ്റെ കൂന്ത അവൻ്റെ കയ്യിൽ കയറി. അവൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരാ യോനാഥാൻ. അവൻ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്നത്. ഒന്നും അറിയാത്ത കുഞ്ഞ് അപ്പനോട് ചേർന്ന് നിന്നപ്പോൾ ആ ഗിൽബോറായിൽ പട്ടുപോയി. പാരമ്പര്യത്തിൻ്റെ മതിലിനകത്ത് തൂങ്ങിയാൽ ഏത് സമയവും താങ്കളെ മരണം പിടിക്കും. എന്നാൽ പള്ളിക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ ഒരു വീട്ടിൽ കമ്മിറ്റി വന്നു. ആ വീടിൻ്റെ പേരാ കോരഹിൻ്റെ ഭവനം. ദാദാൻ അബീരാം കോരഹിൻ്റെ പിള്ളേരെ മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്: കൊണപ്പെടാത്ത അപ്പൻ്റെ കൊണപ്പെട്ട
പാവപ്പെട്ട മക്കൾ കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ആലയത്തിൻ്റെ പദ്ധതി വന്നപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, പപ്പാ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്, ഭൂമി വിണ്ട് കീറി നിങ്ങളെ വിഴുങ്ങിക്കളയും. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പെരുമ്പഴുതൂർ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ഞങ്ങളെ കയറ്റിയില്ലെങ്കിലും ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽ നിന്നുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായി ക്രിസ്തുവിനെ ചുംബിപ്പേ. ഇന്ന് രാത്രി പള്ളിക്കകത്ത് കയറാതെ ആലയത്തിൻ്റെ പുറത്ത് നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ, അകത്തളത്തിനകത്ത് പ്രാർത്ഥന ചോദിച്ച കുഞ്ഞുങ്ങൾ തിരുവചനത്തിന് സങ്കീർത്തനം ചമയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യം വിട്ട് കാൽവറിയിലേക്ക് മടങ്ങി വന്ന് രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പെടാതെ നിത്യ വീട്ടിലേക്ക് കടന്നു പോകാം. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുന്നു. ഇന്ത്യയുടെ ഇന്നത്തെ നിർണായകമായ ISROയുടെ ചെയർമാൻ്റെ പേരാ ഡോക്ടർ സോമനാഥ്. ആലപ്പുഴക്കാരൻ, നല്ല നായർ. വന്നുടനെ അദ്ദേഹം അഭിമുഖം ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും കൊടുത്തു. ഈ ഭൂമിക്ക് അധികം ആയുസില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് ഓടിക്കയറി പോകണം. അധ്യായം 4, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കും. ക്ലിയർ. തീർന്നില്ല. അമേരിക്കയിൽ കാലിഫോർണിയയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്റ്റഡി ഓഫ് സൺ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സണ്ണിനെ പറ്റി, സൂര്യനെ പഠിക്കുന്ന ഒരു വല്യപ്പനുണ്ട്. 85 വയസ്സ്, കാലിഫോർണിയയിൽ ബെർക്കിലി ക്യാമ്പസിലിരിക്കുന്നു. പേര് ഡോക്ടർ ഫ്രാങ്കിൽ. ഇതെല്ലാം നിങ്ങളുടെ നീറ്റ് പരീക്ഷ എൻട്രൻസ് ചോദിക്കും. അതുകൊണ്ട് ഇത് ലൈവെങ്കിലും കണ്ട് എഴുതിയെടുക്കണേ മക്കളെ. ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യകുളത്തെ പഠിക്കുന്ന വാന നിരീക്ഷ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ ഫ്രാങ്കിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 2040 കൂടി ഈ സൂര്യൻ ദീർഘമായ ഉറക്കത്തിലേക്ക് പോകും. ദ സൺ ഈസ് ഗോയിങ് എ ഗ്രേറ്റ് സ്ലീപ്പ്. മേ ബി 2040, 2040 വലിയൊരു ഉറക്കത്തിലേക്ക് പോകുന്നു. സൂര്യൻ ഉറങ്ങും, ഭൂമിക്ക് പിടുത്തം കിട്ടത്തില്ല. ISROയുടെ ചെയർമാൻ പറയുന്നു, വേറെ ഭൂമി, ഈ സൂര്യൻ ഇറങ്ങാൻ പോകുന്നു. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾ. മലാക്കി 4:2 ഈ രാത്രി അവസാനിപ്പിക്കാം. മലാക്കി പ്രവചനം 4-ന്റെ 2-ാമത്തെ വാക്യം ബൈബിൾ ഒന്ന് തുറന്നു വായിക്കാം. എൻ്റെ നാമത്തെ വായിച്ചട്ടെ മോളെ. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. കരമുയരുന്നില്ലല്ലോ, രോഗോപശാന്തിയോടെ ഉദിക്കും. നാമോ തൊഴുത്തിൽ നിന്ന് വായിച്ചട്ടെ മോളെ. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. മതി. ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. ആ നിത്യ വീട്ടിലേക്ക് പോകുവാൻ ഇന്ന് രാത്രി ആര് സമർപ്പിക്കും? സഹോദര, ഈ പട്ടണത്തിൽ ആരെങ്കിലും ഞങ്ങളെ ആദ്യം കേൾക്കുന്നെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച്, യേശു എൻ്റെ ഏക ദൈവം, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് കഴുകണമേ, എൻ്റെ മദ്യപാനത്തെ ഒന്ന് കഴുകണമേ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് ആര് രാത്രി പ്രാർത്ഥിക്കും? ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഇതൊരു മതപ്രസംഗമല്ല, താങ്കളുടെ ജീവിതത്തെ നിത്യതയിലെത്തിക്കുവാൻ അവസാന വാക്കായി ഇന്ന് രാത്രി കിടക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തെ കാണുവാൻ ഒരു വ്യക്തി പോകുമായിരുന്നു. ആന്ധ്രയിൽ നിന്നൊരു മിഷണറി, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ജേക്കബ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ നെഹ്റുജിയായിട്ട് വലിയ അടുപ്പമാണ്. സുവിശേഷം പറയും, പ്രാർത്ഥിക്കും. അവസാന 3 മാസത്തിന് മുമ്പ് പോയപ്പോൾ നെഹ്റു പറഞ്ഞു, ആഫ്റ്റർ 3 months ബാക്ക് ടു ന്യൂഡൽഹി, നീ വരണം, അന്ന് ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കും, ബൈബിളുമായിട്ട് വരണത്. അദ്ദേഹം ഒരു വണ്ടിക്കൂലി ഈ ആന്ധ്രയിലെ മിഷണറിക്ക് കൊടുത്തു, CSI മിഷണറി. അദ്ദേഹം മടങ്ങി വന്നു. 5-ാം പക്കം ആന്ധ്രയിൽ പത്രത്തിൽ വാർത്ത, മിസ്റ്റർ ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. ഇന്ന് രാത്രി കൊട്ടാരമായാലും മരണം പിടിക്കും, കോട്ടയ്ക്കകത്തും മൃത്യു നിന്നെ തേടി വരും. എനിക്ക് വളരെ പരിചയമുള്ള, ഒരു കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി ചങ്കൂറ്റത്തോടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, കയ്യൂരിൽ, കരിവെള്ളൂരിൽ, കൊട്ടാരക്കരയിൽ, കോട്ടാത്തലയിൽ വീണ് കിടന്ന് മരിക്കുമ്പോഴും അമ്മയെന്ന് വിളിക്കാതെ എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ എനിക്ക് ചിരപരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിരുന്നു. 50-ാമത്തെ വയസ്സിൽ അദ്ദേഹവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇന്ന് രാത്രി വീതിക്കകത്തോ റോഡിനകത്തോ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിൻ്റെ പ്രസംഗമല്ല. ഇന്ന് രാത്രി വചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറുന്നാൽ ഞങ്ങൾക്കും അറിയാം, ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് കൊല്ലത്ത് പോകുന്ന ഞാൻ നാളെ ഉണരുമോന്ന് എനിക്കറിയത്തില്ല. ഏത് സമയത്ത് മരണം പിടിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ, എവിടെ മരണം പിടിച്ചാലും ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ വന്ന് വിളിച്ചുയർത്തുക. ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ ഒരു ഗംഭീരനാദം കേട്ടതുപോലെ ഒടുവിലത്തെ കാകളത്തിങ്കൽ ഗംഭീരനാദത്തിങ്കൽ ഞങ്ങൾ ഉയർക്കപ്പെടാറായി.
ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. നാളെ രാത്രി ഇന്റർനെറ്റ് അഥവാ ലോകം ഒരു ചങ്ങലയിൽ നിങ്ങളെ കണ്ണുകൾ കൊണ്ട് ക്യാമറ നോക്കുന്നത് പോലെ സകല മനുഷ്യനോടും കൽപ്പിക്കുന്ന ഒരു ദിനം വെളിപ്പാടിലേക്ക് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. എഴുന്നേൽക്കാം. ഇവിടുത്തെ ലോകത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും. എല്ലാവരും എഴുന്നേറ്റ് 5-8 മിനിറ്റ് വൈകിയെങ്കിലും ഒന്ന് കരമടിച്ച് ആരാധിച്ചാട്ട്. അടുത്ത മാസത്തെ യോഗം നമുക്കറിയത്തില്ലെങ്കിലും കൃപയാൽ ഏപ്രിൽ മാസം റെസ്ട്രിക്ഷൻ വരുന്നതിന് മുമ്പ് ഇത്രയും പേർക്ക് ഇവിടെ പങ്കെടുത്ത് ഒരു ആരാധന നടത്തുവാൻ, വചനം കേൾക്കുവാൻ കൃപാലുവായ ദൈവം കരുണ കാണിച്ചതിനായി സ്തോത്രം. എല്ലാ കരങ്ങളും അടിച്ച് രാത്രി ആരാധന ബന്ധൽക്കവൻ എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും അടിച്ചു. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. എല്ലാ വായികളും തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലങ്ങിടുമ്പോൾ. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലങ്ങിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി,
ദൈവകൃപ എല്ലാ ജനവും ആരാധിച്ചാണ്. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യുമോ? കരുത്തുറ്റ യേശുവിന്റെ കരത്താൽ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. ആണ്ടവരിൽ വല്ലമായി, ആണ്ടവരിൽ വല്ലമായി പരിശുദ്ധാത്മാവിൻ യാവി ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാര് പുത്രിമാര് പ്രവചിക്കുക, യുവാക്കൾ ദർശനങ്ങളെ കാട്, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാട്. മേലാകാശത്തിന് കീഴ ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങള് താതന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ വരുമ്പോഴൂര് രക്ഷിക്കപ്പെടും. യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒരപ്പന് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരുവന്റെ പേര് ധൂർത്തുപുത്രൻ എന്നാ. അവനപ്പന്റെ കയ്യിൽ നിന്ന് സമ്പത്തും ധനവുമെല്ലാം മേടിച്ചുകൊണ്ട്, മകനെ മകളെ, നിന്റെ സമ്പത്തുള്ളപ്പോൾ നല്ല കൂട്ടുകാർ കാണും, സൗന്ദര്യമുള്ളപ്പോൾ നല്ല സ്നേഹിതർ കാണും. സമ്പത്തും സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ ആരും കാണത്തില്ല. ധൂർത്തുപുത്രൻ എവിടേക്ക് വന്നു? അവൻ വന്നത് പന്നിയുടെ കൂട്ടത്തിലേക്ക്. ആഹാരമില്ല, പന്നിക്ക് കളുക്കുന്ന വാളവരെയും പുളിയരെയും കാടിയും കുടിച്ചപ്പോൾ അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് നോക്കി സുബോധം വന്നു. ഇന്ന് രാത്രി അവിടെ ഒരു പട്ടക്കാരൻ വന്നില്ല, ഒരു പാസ്റ്റർ ചെന്നില്ല. സുബോധം വന്നവൻ തന്നെ എഴുന്നേറ്റ് യാത്രയായി. കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള ഈ പ്രസംഗം കേട്ട് ഇന്ന് രാത്രി ആരും തങ്ങളുടെ വീട്ടിൽ വരണ്ട. ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പൻ വാതിൽ തുറന്നിരിക്കുന്നു. താങ്കൾ ഒരു മദ്യപാനിയാണോ? താങ്കൾ പരാജയ ജീവിതത്തിലുള്ളതാണോ? കുടുംബജീവിതം തകർന്ന കുഞ്ഞാണോ? ആത്മഹത്യ കൊതിക്കുന്ന കുഞ്ഞാണോ? കമിങ്, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു കാൽവറി മല ഉയർന്നിട്ടുണ്ട്. ഒരപ്പൻ നിന്നെ കാത്തിരിക്കുക. മുടിയൻ പുത്രൻ അവിടെ വന്ന് ഒരു കാര്യമേ പറഞ്ഞോളൂ, അപ്പാ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനില്ല. അവൻ്റെ പഴയ ഹിസ്റ്ററി ചോദിച്ചില്ല. ഇന്ന് രാത്രി ആരെങ്കിലും ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നെങ്കിൽ, ഞങ്ങളുടെ കർത്താവ് നിന്റെ പഴയ ഹിസ്റ്ററി അല്ല ചോദിക്കുന്നത്. കടന്നു വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുമടക്കിയ ഇന്ന് രാത്രി മുടിയൻ പുത്രനെ സ്വീകരിച്ച പൊന്ന് കർത്താവ് ഇന്ന് രാത്രി നിന്നെ സ്വീകരിക്കും. കരങ്ങളൊന്നുയർന്നു നിൽക്കാം. ആഴത്തിൽ ഞാൻ കിടന്നു. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ പെരുമ്പഴുതൂരിൽ ഞാൻ കടന്നു. അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവ് കോവിഡ് കാലത്തും എന്നെ ഉയർത്തി. അപ്പച്ച ആ കരം ഉയർത്തിയാട്ടെ, അമ്മച്ചിയെ ആ കരം ഉയർത്തിയാട്ടെ. മോനെ മോളെ ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ ക്യാമറ കാണട്ടെ. ഒരു മടങ്ങി വരവ് ദൈവമക്കൾക്കും ഇന്ന് രാത്രി ആഴത്തിൽ ഞാൻ കിടന്നു. കൂരിരുൾ എന്നെ മാറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു. എല്ലാ കരങ്ങളും ഉയരട്ടെ. കൂരിരുൾ എന്നെ മാറ പിടിച്ചു. കാൽവറിയിലെ കരം, നാദൻ തീരും കരം തേടിയെത്തി. തന്റെ മാറോട് ചേർന്ന് കടന്നു വരൂ കാൽവറിയിലേക്ക്. നാദൻ തീരും കരം തേടിയെത്തി. തന്റെ മാറോട് ചേർന്ന് ആദ്യ രാത്രി എല്ലാ വായികളും സർവ്വ നന്മകളും